ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഒരു ഉണക്കമീൻ നെത്തോലിയാണ്, നെത്തോലി കരോട് അത് വെച്ച് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇപ്പം മീനൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഇന്ന് ഉണക്ക മീനാണ് കിട്ടിയത്. ഉണക്ക നെത്തോലി കരോട് നമുക്കിത് വൃത്തിയാക്കി കാണിക്കാം. നമ്മുടെ നെത്തോലി കരോടെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം വേസ്റ്റാണ്, ഇതിൻ്റെ തല ഇതെല്ലാം നമ്മളിതൊന്നും എടുക്കില്ല, കളയും. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കി നമുക്കിനി ഇത് വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് ജസ്റ്റ് കഴുകി എടുക്കണം. കഴുകി എടുത്തിട്ട് വരാം. നമ്മൾ നെത്തോലി കരോടെല്ലാം നല്ല രീതിയിൽ 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ നമ്മൾ ഇതായെടുത്ത് ഒന്ന് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ നല്ല രീതിയിൽ വറുത്തെടുക്കണം. നമുക്ക് ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെത്തോലി കരോട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം വെള്ളമെല്ലാം തോർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വേവിച്ച് പിന്നെ മൂപ്പിച്ചെടുക്കാറുണ്ട്. അതിന് വറുത്തെടുത്തതിന് ശേഷം കാണിക്കും. നമ്മുടെ നെത്തോലി കരോടെല്ലാം നല്ല രീതിയിൽ ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒടിക്കുമ്പോൾ ഒടിഞ്ഞ് കിട്ടണം. നമുക്ക് ഒരുപാട് മൂത്തങ്ങ് കരിഞ്ഞ് പോകണ്ട, എങ്കിൽ കയ്ക്കും. ഇതാണ് നല്ലത്. പിന്നെ ഇത്തിരി കഴുകി 2-3 വെള്ളം എടുക്കണം. വൃത്തിയില്ല അവർ എങ്ങനെയാണ് കൊണ്ടുവരുന്നല്ലോ, നമ്മളെല്ലാവരും കഴുകി വൃത്തിയാക്കിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി പൊടിക്കാൻ പെട്ടെന്ന് എളുപ്പം സാധിക്കും. നല്ലതാണ്, ടേസ്റ്റാണ്. നമുക്കതൊന്ന് ആറിയിട്ട് വേണം ചമ്മന്തി അരയ്ക്കാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ചീനിച്ചട്ടിയിൽ നിന്ന് നെത്തോലി കരോട് മാത്രം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതതിൻ്റെ പൊടിയാണ്. ഇങ്ങനെ മൊത്തത്തിയിട്ട് തട്ടി അരയ്ക്കരുത്. അത് കൊള്ളില്ല. ഇതാണ് നമ്മൾ വൃത്തിയാക്കി ചീനിച്ചട്ടി മാറ്റിയത്. നമുക്കിനി ചമ്മന്തി അരയ്ക്കാം. നമുക്ക് തേങ്ങ വേണം, അതുപോലെ ഒരു പിഞ്ച് ഒരു നുള്ളു പുളി, അതുപോലെ 3 കഷ്ണം ഉള്ളി, മുളക് പൊടി. നമുക്ക് പിന്നെ വൃത്തിയാക്കി വെച്ച ഈ കരോട് നമുക്ക് ഇത് ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വേണം നമുക്ക് ഈ കരോട് ഇടാൻ. കരോടിൽ ഉപ്പ് കുറവാണ്, നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 2 കഷ്ണം കരിവേപ്പിലുണ്ട്, അതിട്ട് കൊടുക്കാം. നമ്മൾ എല്ലാം ചതച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെത്തോലി കരോട് ഉണക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്നല്ലെങ്കിൽ 2. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ചമ്മന്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതിങ്ങനെ വാങ്ങിക്കുമ്പം ചെയ്യണം. ഇപ്പോൾ മീനൊന്നും കിട്ടാത്ത സമയത്ത് നമുക്ക് ഉണക്ക മീനാണ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എല്ലാം നമ്മൾ ചെയ്യൽ നെത്തോലി ഉണക്ക മാത്രമാണ്. നെത്തോലി കരുവാട് അല്ലെങ്കിൽ നെത്തോലി ഉണക്ക സൂപ്പറാണ്, അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. പക്ഷേ ഞാൻ ഇത് വെറും വാക്ക് പറയണതല്ല, നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലിടണം. ഇതുപോലെ നിങ്ങൾ ചെയ്യണം, അടിപൊളിയാണ്, നല്ല സൂപ്പർ ചമ്മന്തിയാണ്.